B20 ടെക് ട്രാവലിൻ്റെ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വന്നിരിക്കുന്നു. നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണല്ലോ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നത്. കമ്പ്യൂട്ടർ ഉപയോഗിക്കുന്ന കൂടുതൽ ആൾക്കാരും ഉപയോഗിച്ചിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആയിരിക്കും മൈക്രോസോഫ്റ്റ് ഓഫീസ്. അഥവാ അതിലുള്ള സോഫ്റ്റ്വെയറുകൾ വേഡ് പ്രൊസസ്സർ, പവർ പോയിൻ്റ്, എക്സൽ തുടങ്ങിയ ഒരുപാട് സോഫ്റ്റ്വെയറുകൾ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും ഈ മൈക്രോസോഫ്റ്റ് എന്നുള്ളത് ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അഥവാ അതിൻ്റെ ലൈസൻസ് കീ ഇല്ലെങ്കിൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ ഒരു ഉപയോഗം കിട്ടില്ല. അതുപോലെ തന്നെ ഈ ലൈസൻസ് കീക്ക് ഏകദേശം ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൈക്രോസോഫ്റ്റ് ഓഫീസിൻ്റെ വേർഷന് 70,000 വില വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ഈ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്നുള്ളത് നമുക്ക് പ്രോപ്പറായിട്ട് മൈക്രോസോഫ്റ്റ് വിൻഡോസിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ യൂസ് ചെയ്യാനും പറ്റുള്ളൂ. ഈ പ്രശ്നങ്ങളെല്ലാം തന്നെ പരിഹരിച്ചുകൊണ്ട് നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ മൈക്രോസോഫ്റ്റ് ഓഫീസിൽ കിട്ടുന്ന എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ഫീച്ചേഴ്സ് നമുക്ക് ഗൂഗിളിൻ്റെ സഹായത്തോടെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. ശരിക്കും ഈ ഒരു ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾക്ക് ഉപയോഗിക്കാൻ ഇൻ്റർനെറ്റ് കണക്ഷൻ്റെ ഒരു ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു ഇൻ്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഏതുമാവട്ടെ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ഈ പ്രൊഡക്ട്സ് എല്ലാം ഉപയോഗിക്കാൻ കഴിയും. അപ്പോൾ ഗൂഗിളിൻ്റെ ഏതെല്ലാം പ്രൊഡക്റ്റാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത്, അതല്ലെങ്കിൽ എൻ്റെ ഈ ചാനലിനെ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ആ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യും. നിങ്ങളുടെ OSലുള്ളൊരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അതിൽ ജസ്റ്റ് ഗൂഗിൾ ഡോക്സ് എന്നടിച്ചാൽ ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഗൂഗിൾ ഡോക്സ് എന്നൊരു സോഫ്റ്റ്വെയർ ഗൂഗിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണിത്. ഗൂഗിൾ ഡോക്സ് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ശരിക്കും നമ്മൾ മൈക്രോസോഫ്റ്റ് ഓഫീസിലെ വേഡ് പ്രൊസസ്സർ ഓപ്പൺ ചെയ്യുമ്പോഴുള്ള ഒരു ടെംപ്ലേറ്റാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. ബ്ലാങ്ക്. നിങ്ങൾക്ക് പുതിയൊരു പ്രൊജക്റ്റ് ബ്ലാങ്ക് ആയിട്ടുള്ളൊരു പ്രൊജക്റ്റാണ് വേണ്ടതെങ്കിൽ ഈ ബ്ലാങ്ക് ക്ലിക്ക് ചെയ്താൽ ബ്ലാങ്ക് ആയിട്ടുള്ള ഷീറ്റ്സ് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരും. അതുപോലെ തന്നെ ഇതിലൊരുപാട് ടെംപ്ലേറ്റ്സും അവൈലബിൾ ആണ്. ശരിക്കും നമ്മൾ മൈക്രോസോഫ്റ്റ് വേഡ് പ്രൊസസ്സർ ഉപയോഗിക്കാൻ അറിയാവുന്നവർക്കൊക്കെ സിമ്പിളായിട്ട് എവിടെ നിന്ന് വേണമെങ്കിലും ഇൻ്റർനെറ്റ് കണക്ഷനുള്ള ഏതൊരു കമ്പ്യൂട്ടറിൽ നിന്ന് വേണമെങ്കിലും ഇത് ഉപയോഗിക്കാം. ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൽ നമ്മൾ സേവ് ചെയ്തിരിക്കുന്ന ഡാറ്റ ക്ലൗഡിലാണ് സ്റ്റോർ ആവുന്നത്. അതിൽ നിന്നും നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യുകയായി ഡോക്യുമെൻറ്റിനെ നിങ്ങൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് തന്നെ ഫയൽ സേവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും സേവ് ചെയ്യാം. മൈക്രോസോഫ്റ്റ് വേഡ് അഥവാ ഡോക്സ് ആയിട്ട് വേണമെങ്കിൽ, ഇനി ODT ഫോർമാറ്റ്, അതുപോലെ PDF ഫോർമാറ്റ്, പ്ലെയിൻ ടെക്സ്റ്റ് ഫോർമാറ്റ്, ഇങ്ങനെ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഫയലിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ മറ്റാർക്കെങ്കിലും ഈ ഒരു ഫയലിനെ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണമെങ്കിൽ ഈ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്താൽ സൈഡിൽ കാണുന്ന ഷെയർ ക്ലിക്ക് ചെയ്ത് അവരുടെ മെയിൽ ID ആദ്യം പേര് സെറ്റ് ചെയ്യുക. അതിനുശേഷം സേവ്, അവരുടെ മെയിൽ ID ടൈപ്പ് ചെയ്ത് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ ഈ സെയിം സാധനം തന്നെ അവർക്കും ഷെയർ ആയി കിട്ടും. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് എഡിറ്റ് ചെയ്താലും അതുപോലെ തന്നെ അവരുടെ ആ ഒരു മെയിലിൽ കിട്ടിയ ഡാറ്റാസ് വെച്ച് ആക്സസ് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ആയിട്ടുള്ള നമ്മൾ എവിടെ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയോ അതെല്ലാം അവിടെയും റിഫ്ലക്റ്റ് ആവുന്നതാണ്. അപ്പോൾ ക്ലൗഡിൽ നിങ്ങൾ മെയിലുമായിട്ട് നിങ്ങൾ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മെയിലുമായി നിങ്ങൾക്ക് ഏത് സമയം വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇതിൽ സ്റ്റോർ ആയിട്ടുള്ള ഡാറ്റാസിനെ ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതുപോലെ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനും സാധിക്കും. നമ്മുടെ വേഡ് പ്രോസസ്സറിൽ കാണുന്ന എല്ലാ ഫീച്ചേഴ്സും
ഇതിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ അടുത്ത ഒരു പ്രൊഡക്റ്റ് നമ്മൾ പവർ പോയിൻ്റ് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഗൂഗിൾ സ്ലൈഡ്സ് എന്ന് സെർച്ച് ചെയ്താൽ ഗൂഗിളിൻ്റെ പ്രൊഡക്റ്റാണ് ഗൂഗിൾ സ്ലൈഡ്സ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് കാണാം ഗൂഗിളിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള വേറെ സർവീസസ് എല്ലാം ഗൂഗിൾ ഡ്രൈവ്, ജിമെയിൽ, ഗൂഗിൾ ഷീറ്റ്സ്. ഗൂഗിൾ ഷീറ്റ്സ് എന്ന് പറയുന്നത് മൈക്രോസോഫ്റ്റ് എക്സലിന് സമാന്തരമായിട്ട് ഗൂഗിൾ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ശരിക്കും നിങ്ങൾക്ക് പവർ പോയിൻ്റ് സ്ലൈഡൊക്കെ ഉണ്ടാക്കണം. പവർ പോയിൻ്റ് നിങ്ങളുടെ ഒരു കമ്പ്യൂട്ടറിൽ അതല്ലെങ്കിൽ OS ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തികച്ചും ഗൂഗിൾ സ്ലൈഡ്സ് ഉപയോഗിച്ച് നിങ്ങളുടെ പ്രൊജക്ട്സ് എല്ലാം ക്രിയേറ്റ് ചെയ്യാം. ശരിക്കും ഞാൻ ഗൂഗിൾ ഡോക്സ് പറഞ്ഞ പോലെ തന്നെ ഇതിലും ടെംപ്ലേറ്റ്സും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ബ്ലാങ്ക് ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റ് വേണേൽ അങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. ഇനി ഏതെങ്കിലും ടെംപ്ലേറ്റ്സ് യൂസ് ചെയ്യണമെങ്കിൽ ആ ടെംപ്ലേറ്റ് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇതിനെ ഉപയോഗിക്കാം. പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് അമർത്തുക. കൂടാതെ മാക്സിമം ഷെയർ ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും ഈ വീഡിയോ എത്തിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും വരും. T20 Tech Travel സൈനിങ് ഔട്ട്.